ഞങ്ങളും അമ്മയുണ്ട് കേട്ടോ. അമ്മ അവിടെ നമ്മുടെ അഭിശ്രീ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ഒരുപാട്, അതായത് ഒരു 1000 കമൻറ്റ് ഉണ്ടെങ്കിൽ ഒരു 990 കമൻറ്റും നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ആ ഒരു സംഭവം കണ്ടു, ഞാനത് എടുക്കാൻ പോലും പോയില്ല. അത് പോട്ടെ, അത് അവരുടെ ഇഷ്ടമായിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പം അതിൻ്റെ താഴെ വന്ന കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ. ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. പറഞ്ഞ് മനസ്സിലായോ? അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാവുള്ളൂ. പിന്നെ ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ ശ്രീകുട്ടി അവീതം വരെ അങ്ങനെ എന്തൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു. 5th month എന്നും പറഞ്ഞിട്ടുള്ളത്, വളകാപ്പ്, അങ്ങനെ നെവിൻ്റെ കാറ്. അപ്പം പ്രഗ്നൻസിയുടെ പേരും പറഞ്ഞിട്ട് പുള്ളിക്കാരെ അത്യാവശ്യം നല്ല കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇത് വെച്ച് തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ കമൻറ്റ് ബോക്സ് വേണം. നിങ്ങൾ ഈ ഒരു വിഷയത്തിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച്, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കുക. ഓക്കെ, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ചേട്ടൻ ബിഗ് ബോസിൽ നമ്മൾ ചേട്ടനെ കണ്ടതാണ്. ചേട്ടൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ ആൾ ഭയങ്കര കലിപ്പനാണെങ്കിലും എന്താ പറയണ്ടേ, ആ ഷോയ്ക്കകത്ത് ഡബിൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള. ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നൊരു കാര്യമാണ്. എനിക്ക് എന്താ പറയുന്നത്, പുള്ളി ഈ ചൂടായി കാണിക്കുന്നതേ ഉള്ളൂ. നല്ല പേടിയുള്ളൊരുത്തനാണ്. അത് ആ ഷോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചിലപ്പം പുള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം. ബിഗ് ബോസിൽ വരുന്നവർ ഓരോ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ. പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ പുള്ളി പറയുന്നുണ്ട്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഓരോ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ. അത് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. എന്തായാലും എന്താ പറയട്ടെ, അത്ര ദാരിദ്ര്യം പിടിച്ചവരൊന്നും അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. നിന്റെ വീഡിയോ ചെയ്തിട്ട്, അതായത് അബിയുടെ വീഡിയോ ചെയ്തിട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി, കോൺട്രവേഴ്സി ഉണ്ടാക്കി ബിഗ് ബോസിൽ പോകേണ്ട ഒരു ഇത് ഇവിടുത്തെ വ്ളോഗേഴ്സിന് വേണം. നമ്മളെപ്പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടോ? ഓക്കെ, എന്തായാലും ബ്രോന്റെ വീഡിയോ നമുക്ക് കാണാം. വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് വലിയൊരു കുഞ്ഞു വെളി വരാൻ തോന്നുന്നു. ഇതേപോലെ ഒരു വയറ്റിനാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലെ ഒരു വയറ്റിനാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ സ്ത്രീയും കുറെ പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കുണവണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുന്നവരെ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് അവർക്ക്. ഒരു മിനിറ്റ്, നിങ്ങൾ യൂട്യൂബിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ഈ ഒരു സെയിം സാധനം നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നിടണമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ തൊന്തയ്ക്കുകൾ കേൾക്കേണ്ടി വന്നേനെ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഞാനൊരു കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലോടും യൂട്യൂബിലോടും. യൂട്യൂബിൽ നല്ല അഭിപ്രായമാണ്, ഫേസ്ബുക്കിലാണെങ്കിൽ പൂര തെറിവിളിയായിരിക്കും. അതങ്ങനെയാണ്. പക്ഷെ ഇവൻ എല്ലായിടത്തും തെറിവിളിയാണ്. അതാ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം. ഇവന് ഫുൾ എല്ലായിടത്തും തെറിവിളിയാണ്. അത് നമ്മുടെ കുറ്റമല്ല ബ്രോ. ഇനി അടുത്ത കണ്ടന്റ് പറയുന്ന, അതായത് ചെയ്യുന്നവരെ കുറിച്ച് എന്തോ പറയുന്നുണ്ടല്ലോ, ഒന്ന് കേൾക്കട്ടെ. അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിന് നീയും നിന്റെ വൈഫ് എങ്ങനെ ട്രെൻഡ് ആവുന്നത്? ബ്രോന്റെ വൈഫും ഈ ഒരു വിഷയം അത്ര ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനേക്കാളും ഇപ്പം കൂടുതലും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ സംഘടനയിലെ കാര്യങ്ങളും അതൊക്കെയാണ് ട്രെൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഈ ഫ്രെയിമിലേ ഇല്ല, സത്യം പറഞ്ഞാൽ നീ ഫ്രെയിമിലേ ഇല്ല. അത് വേറെ കാര്യം. കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യം. അതിന് മാത്രം അബി വളർന്നോ? അബിയുടെ കോണ്ടന്റ് ഒക്കെ വെച്ചിട്ട് ബിഗ് ബോസിൽ കയറി പോകാൻ വേണ്ടി? എന്റെ പൊന്നോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ നിലവിൽ നിൽക്കുന്ന ഒരുപാട് റിയാക്ഷൻ ചാനൽ വീഡിയോ നിൽക്കുന്നവരുണ്ട്, അത്യാവശ്യം ഫെയിം ഉണ്ട്. അവരെ നിന്നെയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ അവർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടീംസുകളാണ്. അവർക്കാർക്കും താല്പര്യമില്ല ബിഗ് ബോസിൽ പോകുന്ന 1-2 ആൾക്കാർ ഇത് കൊടുത്തിട്ടുമുണ്ട്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. എന്തായാലും ഈ പറയുന്ന കൂട്ട് നമ്മളെന്തെങ്കിലും അയച്ചാലല്ലേ ഈ പറയുന്ന ബിഗ് ബോസിന് വിളിയൊക്കെ വരും. എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവരാരും അയച്ചിട്ടൊന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാം. അപ്പം എന്തായാലും പുള്ളിയെ വിറ്റ് ബിഗ് ബോസിൽ പോകാന്ന് പറയുന്ന രീതിയിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു
ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവൾമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നീ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ വൈറലായി? ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്നവന്മാരൊക്കെ ഉണ്ടോണ്ടാണ് നീയും കുറച്ച് നാൾ അവിടെ നിലനിന്ന് പോയത്. നിന്റെ നല്ല കാര്യങ്ങളും സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവസാനം എൻ്റെ വീഡിയോ കൂടെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്ടർ ഫേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യത്തിലൊക്കെ സ്റ്റാൻഡ് പോലും ഇല്ലെന്ന് സംസാരിച്ചിട്ടുണ്ട്. ഉറപ്പാണ്, അതെനിക്ക് പല കാര്യത്തിലും മനസ്സിലായിട്ടുള്ളതാണ്. കാരണം ആ ബീബി കാണുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം ഇവൻ എന്താണെന്ന്. ഓക്കെ, ബാക്കിയും കൂടെ പറ. എന്താ ചിലരൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇപ്പൊ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുന്നവർക്കെതിരെ കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈബറിൽ കംപ്ലൈന്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള തെറികളും കാര്യങ്ങളോടും ഒന്നും ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നല്ലതെങ്കിൽ നല്ലത് പറയും, ചീത്തയെങ്കിൽ ചീത്ത പറയും. അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഇമ്മാതിരി കമന്റ് ഒക്കെ ഇടുവാണെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? രസകരമായിട്ട് നമ്മൾ ഫണ്ണായിട്ട് കണ്ടിട്ട് വിട്ട കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണവും മാനവും വേണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണോ മാനോ വേണ്ടത് അല്ല, ഇത് വയറ് ഇത്രയും പോഷൻ ഒരു സ്ത്രീയുടെ എന്താ നാണോ മാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണോ അത്? അത് ഇവളുടെ തന്നെ ഈ രണ്ട് സാധനം ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷനിൽ എന്ത് നാണോ മാനോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ വയറാണ്. അപ്പൊ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോ എന്തുകൊണ്ട് കുഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ വയറില് ഈ പോർഷനിൽ 6 പാക്ക് ഒന്നും അല്ല, ഫാമിലി പാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ താഴെ കമന്റ് ഈ അവന്റെ വയറ് കൊള്ളൂല പറയുള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് ഇമാതിരി വർത്തനങ്ങളൊക്കെ പറയാതിരിക്കുക എന്റെ പൊന്നളിയ. നീ ഓക്കെ, ഞാൻ പറയട്ടെ, ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും. പറഞ്ഞു മനസ്സിലായി, ആൾക്കാർ പല രീതി. നിന്റെ രീതി എന്താണ്, നിന്റെ സ്വഭാവം എന്താണ്, നീ ആ ഒരൊറ്റ വാക്കിലൂടെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നീ എക്സാമ്പിളായിട്ട് നിന്റെ വയറ് കാണിക്കുമ്പോൾ മറ്റേ വർത്താനം എന്തിനാ പറയാൻ പോയെ? അതിൽ തന്നെ നീ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് എക്സ്പോസ് ആയിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം ഇവൻ്റെ ഒരു കസിനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല നിന്റെ ക്യാരക്ടർ, ഈ പറഞ്ഞ ബിബിയിലൊന്നും കണ്ടതൊന്നുമല്ല നീ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി നിന്റെ ഒറ്റ സംസാരത്തിൽ നിന്ന് തന്നെ. പറഞ്ഞാൽ മനസ്സിലാക്കണം ബ്രോ, ചില കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ, ചില ആൾക്കാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിലല്ല, പലർക്കും പല അഭിപ്രായങ്ങളാണ്, പല ചിന്തകളുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ഒരു പരമ്പരയിലോട്ട് വരാവുള്ളൂ. ഓക്കെ, എന്തായാലും നീൻ്റെ ആ ചേർത്തുള്ള വാക്ക് അത് ഇച്ചിരി ഓവറായെന്ന് തന്നെ പറയാം. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, അഭി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ വ്യൂ അടിച്ചു കയറണമെങ്കിലും നീ ഇപ്പോൾ പറഞ്ഞ ആ വ്യക്തികളൊക്കെ കാണത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? നിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും നിന്നെ സബ് ചെയ്തിട്ട് വരുന്നത്, ആണോ അല്ലയോ? ആ ആൾക്കാർ നിന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യ്. നമ്മൾ പറഞ്ഞവരെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക, അവർ ചോദ്യം ചെയ്യും. ഇപ്പം ഞാൻ തന്നെ എത്ര ആൾക്കാരുടെ വീഡിയോ ചോദ്യം ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഭാഗത്തിലാണ് നീ പറഞ്ഞ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ, അതൊക്കെ ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. നോർമലായിട്ടുള്ള ഒരു വയറ്. ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി ഷർട്ടുമില്ലാതെ 6 പാക്കും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനൊന്നല്ല, ഇവളുമാർക്ക് കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അതും കുലസ്ത്രീകളായിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പൊ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വേണ്ട. അത്രേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വേണ്ട. നമ്മൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയണ്ടേ, സബ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഓരോ പാവങ്ങൾ നമ്മളെ സബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോസ് കാണുന്ന വരുമാനമാണ് നമുക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ ഇവറ്റകളൊക്കെ ഉള്ളൂ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയ കൊച്ചുമനെ നല്ലതായിരിക്കും കേട്ടോ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നിനക്ക് പോകാനും ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നീ അതിനകത്ത് ഇരുന്ന് എന്താ പറയണ്ടേ, നിങ്ങളുടെ വൈഫൊക്കെ പറയുന്നില്ല എൻ്റെ ഹസ്ബൻഡിന് ഓട്ടി ചെയ്യും, അത് ചെയ്യും, മറ്റേ ചെയ്യും. അതേ ജനങ്ങൾ തന്നെയാണ്. അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴേക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാനും യൂട്യൂബ് ഫീൽഡാണ്. ഞാൻ എത്ര ആൾക്കാർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പല കാര്യത്തിലൊക്കെ, ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്.
പക്ഷേ റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം ചില ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ തെറി വരാറുണ്ട്. അത് ഏത് ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതിനൊക്കെ നല്ല ചുട്ട മറുപടി കൊടുക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഓവറായിരുന്നു, ഓവർ ഡ്രസ്സിങ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ പിന്നെ കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വളർന്നു വരുന്ന ലൈഫാണ്. ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ എന്ത് ഇപ്പൊ ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ ഈസ് പിന്നെ എന്താ ഇന്ത്യൻ ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ് ആണോ? ജീൻസ് ഇന്ത്യൻ ഇരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചർ ആണോ? മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റോ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഇടിച്ച് തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നതൊരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഫോട്ടോ. ഗർഭകാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എന്താണ് പവിത്രത? എന്തുകൊണ്ട്, എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങളത്? തന്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം, കാശിന് വേണ്ടി ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് ഇവിടെ ആരാ പറഞ്ഞത്? ഞാനിവരുടെ വിചാരം 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എന്റെ പൊന്ന് മായിരന്മാരെ ഉള്ള കാര്യം പറയാം. 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാം ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇവന്റെ ഫോട്ടോഷൂട്ടിന്റെ അതിന്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. നീ എന്താ പറഞ്ഞ 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പൈസ തരത്തില്ലെന്നോ? മക്കളെ, നമ്മൾ ചോറായിട്ട് കൊണ്ടുവന്നേ. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയില്ലെങ്കിലും കിട്ടേണ്ട നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്തോ ഫേസ്ബുക്കിൽ നിന്ന് ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട മോനെ എന്താ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ആ ഫോട്ടോയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ഡോളർ കിട്ടും. മോൻ അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാം, നിനക്ക് അറിയാം. പക്ഷെ എന്താ പറയണ്ടേ, ഇവന്റെ ഒരു ചിന്താഗതിയുണ്ട്, ഈ ആൾക്കാരൊക്കെ ഇവർ ഉണ്ടാക്കന്മാരാണെന്നുള്ള രീതിയിലാണ്. ഇവർ മുന്നാക്കന്മാരാന്ന് പറയത്തില്ലേ, ആ രീതിയിലാണെന്നൊരു ചിന്തയുണ്ട്. ഫേസ്ബുക്കിലൊക്കെ നിന്റെ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പം നിന്റെയും ഇതൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോയൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ക്യാപ്ഷനും അല്ലെങ്കിൽ ഇതിൻ്റെ നിങ്ങളുടെ ഈ ഫോട്ടോഷൂട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മൊത്തം എഴുതി പിടിപ്പിച്ച് അങ്ങോട്ട് ഇടുവാണെങ്കിൽ അതിൻ്റെ വ്യൂസ് അനുസരിച്ച് അത്യാവശ്യം നല്ല ഡോളറും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ 50 ആവാം, ചിലപ്പോൾ $100 വരെ കയറാം, ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ 15 ആവാം. നീ ആ മണ്ടൻ, നീ ജനങ്ങളെ മണ്ടരാക്കുന്ന പോലെ നമ്മൾ ബ്ലോഗേഴ്സിനെ മണ്ടരാക്കാൻ നോക്കല്ലേ. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഇന്നും ഇന്നലെ അല്ല ഈ ഒരു കാര്യത്തിലോട്ട് വന്ന് ചാടിയേക്കുന്നത്. അയ്യോ, ലോകമണ്ടൻ. 10 ഫോട്ടോ ഇട്ടിട്ട് അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടായി. ഇത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഞാനാണ് ആക്ച്വലി ഡ്രസ്സ് ചൂസ് ചെയ്തതും. അതുപോലെ ഇവളുടെ ഡ്രസ്സിങ്ങിൽ ഞാൻ ആരാണ്? എന്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അമ്മ ആ ഡ്രസ്സ് ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ ഞാൻ ആരാണ്? അതുപോലെ എനിക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. എന്നത് ശിവപാർവതി എന്നുള്ള കമന്റാണ്. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി. ഒരു മിനിറ്റ്, ബിഗ് ബോസ് ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നന്റ് ആയി. ഓക്കെ, അതാണ് കമന്റ് ഇട്ടേക്കുന്നത്. ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്ന് എനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കമന്റ് ഇട്ട ആള് അത് ആരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. അവനെ പൊക്കി എടുത്തിരിക്കില്ല, അവനാണെങ്കിലും അവളാണെങ്കിലും. കാരണം ബിഗ് ബോസിൽ ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു. പൊക്കണം, തോന്നിവാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നവന്മാരെ തൂക്കണം. അവനാണെങ്കിലും അവനാണെങ്കിലും. നമ്മൾ ആ ഒരു ഷോ കണ്ടാണ്. ഷോയിന്ന് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പോയതിന് ശേഷം പുള്ളി തിരിച്ചു വരുമെന്നൊരു ഇതുണ്ടല്ലോ ലാസ്റ്റ് വീക്ക്. എനിക്ക് ഒനീലിൻ്റെ അടുത്താണെന്ന് പറയാൻ ചെയ്തത് ഇന്ന പോലെ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിലാണ്. അപ്പം ആരാന്നറിയത്തില്ല. അപ്പം നീ ഇതിനവിടെ പോയി എന്നുള്ള രീതിയിൽ ഒരു കമൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു. അപ്പം എല്ലാവരും ലൈവ് കണ്ട്, ഞാൻ ലൈവിലാണ് കണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൺഗ്രാറ്റ്സ് അബി എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ലൈവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആരും സഹിക്കത്തില്ല. അങ്ങനെ ഇടുന്നവരെയൊക്കെ എന്താ പറയുക, കംപ്ലൈൻറ്റ് കൊടുക്കുക.
കംപ്ലൈന്റ് കൊടുക്കുക അങ്ങനെയുള്ള അവരുടെ അതായത് എന്റെ പിതൃത്വത്തെയും ഇവരുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കേസ് ഫയൽ ചെയ്യാം. അതങ്ങനെ തന്നെ വേണം. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പുറകിന് പോകുന്നതിനേക്കാളും നല്ല നീ ഇപ്പം ചെയ്യാൻ നോക്ക്, അതായിരിക്കും കുറച്ച് നല്ലത്. ഇത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പുള്ളി ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചിലപ്പോൾ ഇടുമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ശിവപ്രിയുണ്ട്. അടുത്തത് സ്വപ്ന എന്ന് പറയുന്ന ഒരു ആളുടെ കമന്റ് ആണ്. ഇത് ഞാൻ ഈ 2 കമന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്. 2 കമന്റിന് വേണ്ടിയിട്ടാണ്. എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്ക് നാണവും മാനവും ഉണ്ടോ ഞൊണ്ടിക്കാല. അടിക്കണം അവിടെ കാരണക്കുട്ടിക്ക്, കൈ കിട്ടി അവിടെ ചെവുക്കുട്ടി അങ്ങ് അടിച്ച് പൊട്ടിക്കണം. അതൊക്കെ മോശമാണ്. ഉള്ള കാര്യം ഞാൻ പറയാലോ, അതൊക്കെ മോശമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരുത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നും പറഞ്ഞിട്ട് ഇമാതിരി തോന്നിയാസങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട്, എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. ഞൊണ്ടിക്കാല, നിന്റെ തന്തയെ പോയി പറയണം മയിലെ, നിന്റെ തള്ളയെ പോയി പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മനസ്സിലായോ? ഇത്രയും പച്ചക്ക് ഞാൻ തെറി വിളിക്കുന്നതിന്റെ കാര്യം എന്താ പറയുക? ഒരാളുടെ അവളുടെ പേഴ്സണലി അവളുടെ ഇഷ്ടത്തിന് അവള് വയറ് കാണിച്ചോ എന്തെങ്കിലും സാമാനം കാണിച്ചോ അവള് ഫോട്ടോ ഇടുന്നോ വീഡിയോ ഇടുന്നതോ അവളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ ഫോട്ടോ ഹസ്ബൻഡായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിന് നീ എന്തിനാണ് മയിലെ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അതിന് നീ എന്തിനാ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അത് പിന്നെ ഇത്രയും ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിന്റെ പേരിൽ കുറെ കുണയ്ക്കുന്നുണ്ട് കുറെ മയിലുകൾ, മനസ്സിലായോ? അത് വേണ്ട, ഇത് അങ്ങോട്ട് മാറ്റിക്കളാം. ഇത് മാറ്റി നേർക്ക് പറ. ഓക്കെ, അവൻ ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് ഈ നിലയിലെത്തുകയൊക്കെ ചെയ്തത്. അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഇവൻ്റെ ചില സംസാര രീതികൾ, ചില കമൻസിനാണെങ്കിൽ തന്നെ, അതായത് മാന്യമായിട്ട് പറഞ്ഞ ചില കമൻസിനൊക്കെ ഓവറായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇവനെ കാണിച്ചിട്ടുള്ള അതിനെ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട്. പിന്നെ ഒരുത്തൻ്റെ കുറവ് വെച്ച് സംസാരിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പുണ്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യവും ഒക്കെ വേണം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് കൊണ്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യാതിരുന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യരുതായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇങ്ങനെയാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രം ഈ പരിപാടി ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കും. സ്വാഭാവികം. അതെ, പരമാവധി കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഒരുപാട് കമൻ്റ് ഉണ്ട്. വൈറലാകാൻ വേണ്ടി എന്താ അഭ്യാസതരവും കാണിക്കുന്ന കുറേ മലരുകൾ. ആഭാസതരം എന്തൊക്കെയാണ് ഇത്? ഇതില്ല, ചെറിയ സ്ക്രീൻ ആയതുകൊണ്ടൊന്നും വായിക്കാനും പറ്റുന്നില്ല. ആഭാസതരവും ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട് ഇവർക്കെതിരായിട്ടുള്ള രീതിയിൽ. ഈ ഫോട്ടോഷൂട്ട് എനിക്ക് തോന്നുന്നു ഒരു 1000 പേരിൽ ഒരു 999 പേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ഫോട്ടോഷൂട്ടാണെന്നാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സോഷ്യൽ മീഡിയ ആണ്, കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സ്കാനിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അതൊന്നും സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, ജനങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ്. പിന്നെ പോരാതിന് നിൻ്റെ ഇമ്മാതിരി തെറിവിളിയും കാര്യങ്ങളൊക്കെ, എനിക്ക് ആ ഉടുപ്പ് പൊക്കിയിട്ട് മറ്റേ തുണിഞ്ഞ വർത്താനത്തിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഓവറാകും. അതൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത്. ബൈ, ലവ് യു ഓൾ.